നമസ്കാരം. ഡാറ്റ മൈൻ 360യിലേക്ക് സ്വാഗതം. ക്യൂറസാവ എന്ന ഒരു കുഞ്ഞൻ രാജ്യമുണ്ട്. 1.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള രാജ്യം. 444 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ രാജ്യം. ആ രാജ്യം ഇന്ന് ചരിത്രം എഴുതാൻ പോവുകയാണ്. ലോകകപ്പിൽ അവർ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. ഗ്രൂപ്പ് ഇയിൽ കരുത്തരായ ജർമ്മനിക്കെതിരെയാണ് ക്യൂറസാവയുടെ അരങ്ങേറ്റ മത്സരം. രാത്രി 10:30 ഹോസ്റ്റണിൽ പുതുചരിത്രം എഴുതാൻ ക്യൂറസാവ എത്തുമ്പോൾ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന് ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയൊക്കെ ലോകകപ്പ് കളിക്കുന്നത് സ്വപ്നം കാണുമ്പോഴാണ് ക്യൂറസാവയെ പോലുള്ള കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പിലേക്ക് പ്രവേശനം നേടുന്നത് എന്നത് നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. കരുത്തരാണ് ജർമ്മനി. 21ാമത്തെ ലോകകപ്പാണ് ജർമ്മനി കളിക്കാൻ പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ച രാജ്യം ജർമ്മനിയാണ്. ബ്രസീൽ മാത്രമാണ് ജർമ്മനിക്ക് ഇതിനു മുന്നിലുള്ള രാജ്യം. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ക്യൂറസാവ ഒരു വലിയ അട്ടിമറി നടത്തുമെന്ന പ്രതീക്ഷ ഫുട്ബോൾ പണ്ഡിതന്മാർക്കിടയിലില്ല. പക്ഷേ ചില നീക്കങ്ങൾ നടത്താൻ ക്യൂറസാവയ്ക്ക് കഴിയും എന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഏറ്റവും പ്രായം കൂടിയ കോച്ചാണ് ക്യൂറസാവയുടേത്. 78കാരനായ ഡിക് അഡ്വക്കാറ്റ്. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ജർമ്മൻ കോച്ചിന് അതിന്റെ പകുതി പ്രായമേ ഉള്ളൂ. 39നോടടുക്കുന്നു ജൂലിയൻ നഗൽസ്മാൻ. ജർമ്മൻ ടീമിലെ തന്നെ പല കളിക്കാരും കോച്ചിനേക്കാൾ പ്രായം കൂടിയവരാണ് എന്നുകൂടി നാം കാണണം. ജർമ്മനി 4 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഇത്തവണ ചാമ്പ്യൻ പട്ടം നേടിയാൽ 5 തവണ ചാമ്പ്യന്മാരാകുമെന്ന ബ്രസീലിന്റെ റെക്കോർഡിനൊപ്പം ജർമ്മനിക്ക് എത്താൻ കഴിയുകയും ചെയ്യും. പക്ഷേ സമീപകാലത്തെ ചില കണക്കുകൾ ജർമ്മനിക്ക് ഭയമുണ്ടാക്കുന്നതാണ്. 2018ലും 2022ലും ജർമ്മനി നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടന്നിട്ടില്ല. 2018ലും 2022ലും ജർമ്മനി ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. 2018ൽ മൊറോക്കോയാണ് ജർമ്മനിയെ പരാജയപ്പെടുത്തിയതെങ്കിൽ 2022ൽ ജപ്പാനോടായിരുന്നു ജർമ്മനിയുടെ പരാജയം എന്നോർക്കണം. നിക് വോൾട്ട്, മെസ്സി, കൈ ഹാവർട്സ് തുടങ്ങിയ മുന്നേറ്റ നിരക്കാരാണ് ജർമ്മനിക്ക് പ്രതീക്ഷയേകുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ. 40ാം വയസ്സിൽ ലോകകപ്പ് കളിക്കാനെത്തുന്ന ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറുടെ അനുഭവ സമ്പത്ത് ടീമിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച്, അന്റോണിയോ റോഡിഗർ, ജമാൽ മ്യൂസിയാല, ഫോറിൻ വിറ്റ്സൻ തുടങ്ങിയവരിലും ജർമ്മനി വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് 40 മൈൽ വടക്കുള്ള ദ്വീപായിരുന്ന ക്യൂറസാവ 2010 വരെ പഴയ നെതർലൻഡ് ആന്റിൽസിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡച്ച് ഫുട്ബോളുമായി ഏറെ ബന്ധം ക്യൂറസാവയ്ക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. ക്യൂറസാവ ടീമിൽ 21ൽ 12 പേരും ഡച്ച് 1ാം ഡിവിഷനിൽ കളിക്കുന്നവരാണ്. ക്യാപ്റ്റൻ ലിയാൻഡ്രോ ബാക്യുന അടക്കമുള്ളവരാണ് ക്യൂറസാവ ടീമിന്റെ കരുത്തായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണ് മത്സരത്തിന് പുറത്തുള്ള ചിത്രം. കളിക്കളത്തിൽ ജർമ്മനി തോൽപ്പിക്കാൻ ക്യൂറസാവയ്ക്ക് കഴിയുമോ? 2018ഉം 2022ഉം ആവർത്തിക്കപ്പെടുമോ? ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഇല്ലെന്ന് പറയുമ്പോഴും സാധ്യതകൾ അങ്ങനെയും വിരൽ ചൂണ്ടാം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.